ദൈവാരാധന ഏറ്റവും ശ്രേഷ്ഠം. സീറോ മലബാർ കുർബാന ഏകീകരണം, കോലാഹലങ്ങൾ, തെറ്റിദ്ധാരണകൾ. കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളിൽ ഞാൻ സീറോ മലബാർ സഭയുടെ ലിറ്റർജി നവീകരണം, 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വീക്ഷണത്തിൽ, തുടർന്ന് സഭയിൽ ഒരു ഭാഗത്തുനിന്നുണ്ടായ എതിർപ്പ്, ആർച്ച് ബിഷപ്പ് ജോസഫ് പവത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായ പുനരുദ്ധാരണ പ്രക്രിയകൾ, കൽദായീകരണം, ഇവയെപ്പറ്റിയൊക്കെയാണ് ഞാൻ പ്രസ്താവിച്ചത്. ഈ പ്രഭാഷണത്തിൽ സീറോ സഭയിൽ പിന്നീടുണ്ടായ ലിറ്റർജി ഏകീകരണം, തുടർന്നുണ്ടായ തെറ്റിദ്ധാരണകൾ, കോലാഹലങ്ങൾ എന്നിവയിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാണ്. കാർഡിനൽ വർക്കി പിതാവിൻ്റെ മരണത്തിന് ശേഷം 2011 ബിഷപ്പ് ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ സിനഡിൽ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2012 കാർഡിനലായി. അധികം താമസിയാതെ അതിരൂപതയുടെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്കലാപ്പിലായി. അതിരൂപതയ്ക്ക് ഒരുപാട് നഷ്ടം ഭൂമി കൈമാറ്റത്തിൽ വന്നു. അദ്ദേഹത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അതിരൂപതയിലെ അന്തരീക്ഷമെല്ലാം പ്രക്ഷുബ്ധമായി. മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമി വിൽപ്പന നടത്തിയത്. അതിന് ഒരു ശമനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 2021 കുർബാന ഏകീകരണം എന്ന വിഷയം അദ്ദേഹം കൊണ്ടുവന്നു. 2000 ആണ്ടിൽ കാർഡിനൽ വർക്കി പിതാവ് ഇത് നടപ്പിലാക്കുവാൻ പരിശ്രമിച്ചതാണ്. പക്ഷേ അവിടെ അദ്ദേഹവും സഭയും വിജയിച്ചില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ആ പ്രശ്നം തലപൊക്കിയത്. ഇപ്പോഴിതാ വീണ്ടും കുർബാന ഏകീകരണം എന്ന വിഷയം തലപൊക്കി. കൊറോണ രോഗത്തിൻ്റെ അവസരമായതുകൊണ്ട് കുർബാന ഏകീകരണത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും ഓപ്പൺ ഡിസ്കഷനുമൊന്നും സമയമുണ്ടായിരുന്നില്ല. പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകൾക്കും അവസരമുണ്ടായില്ല. എന്നാൽ പല രൂപതകളും അത് അപ്പാടെ സ്വീകരിച്ചില്ല. കുർബാന ഏകീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുർബാന മുഴുവനും അൾത്താരിലേക്ക് തിരിഞ്ഞ് നടത്തുക എന്നുള്ളതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ ഈ അവസരത്തിൽ റോമിലേക്ക് പോവുകയും പരിശുദ്ധ പിതാവിനെ കണ്ട് അതിൽ നിന്ന് എക്സെപ്ഷൻ, ആ കുർബാന ഏകീകരണത്തിൽ നിന്ന് വിടുതി അപേക്ഷിച്ചു. അങ്ങനെ ആകെ അങ്കലാപ്പിലായി എറണാകുളം രൂപത. തൃശ്ശൂർ, ഇരിങ്ങാലക്കുട രൂപതകളിലും ഈ പ്രശ്നം തലപൊക്കി. പക്ഷേ കുറേയൊക്കെ നിർബന്ധത്തിൻ്റെ പരിധിയിൽ കുർബാന അൾത്താരയിലേക്ക് തിരിഞ്ഞ് അവരെല്ലാം അനുഷ്ഠിച്ചു. എറണാകുളം കത്തീഡ്രലിൽ കുർബാന ഏകീകരണത്തെ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരുമായി ഒരു കയ്യാങ്കളിയുണ്ടായി. വിശുദ്ധ കുർബാന ജനങ്ങളുടെ പക്കലേക്ക് അൾത്താരയിലേക്ക് തിരിഞ്ഞ് അർപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ എറണാകുളത്തെ വൈദികർ അതിനെതിരായിട്ട് അവിടെ സന്നിഹിതരാകുകയും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഉന്തും തള്ളും ഉണ്ടാക്കി. അങ്ങനെ അൾത്താര തന്നെ മധ്യഭാഗയിൽ മറിച്ചിടുന്നതിന് കാരണമാകുകയും ചെയ്തു. അങ്ങനെ ആ സമരം തുടർന്നും കുറേ കാലത്തേക്ക് ആ കത്തീഡ്രൽ കുർബാനയില്ലാതെ, ബസിലിക്ക കുർബാനയില്ലാതെ അടച്ച് ഇടുന്നതിനും കാരണമായി. ഇതിനിടയിലാണ് എറണാകുളം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിൻ്റെ രാജി റോം ആവശ്യപ്പെട്ടു. 2022 അദ്ദേഹം രാജി സമർപ്പിച്ചു. അധികം വൈകാതെ 2023 റോമിൽ നിന്ന് തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയുടെ ഈ കോലാഹലത്തെ തുടർന്ന് രാജി അദ്ദേഹത്തിനും 2021 രാജി സമർപ്പിക്കേണ്ടി വന്നു. അങ്ങനെ സഭയിലാകെ
പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിൽ ഈ കുർബാന ഏകീകരണം ഒരു വല്ലാത്ത വിഷയമായി മാറി. ഇതിനിടയിൽ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിൻ്റെ സ്ഥാനത്തേക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് നിയമിതനായി. അദ്ദേഹത്തിനും ഇവിടെ അധികമൊന്നും പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ബോസ്കോ പുത്തൂർ പിതാവ് ഒന്നും ഈ കുർബാന ഏകീകരണത്തിൽ അവർക്ക് കാര്യമായൊന്നും ഇവിടെ എറണാകുളം അതിരൂപതയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. സ്ഥിതി കൂടുതൽ വഷളായി മാറി. മേജർ ആർച്ച് ഡയസിസിലെ പല പ്രശ്നങ്ങളും സമരങ്ങളും കൂടുതൽ കഠിനതരമായി. ഇതിനിടയിൽ റോം അയച്ച ഒരു ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് സിറിൽ വാസിൽ, കുർബാന ഏകീകരണം നടപ്പിലാക്കുവാൻ ഇവിടെ ഒന്ന് പരിശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. 50-50 ഫോർമുല നടപ്പാക്കുക, അതാണ് കുർബാന ഏകീകരണം കൊണ്ട് റോം സഭയും ആഗ്രഹിച്ചത്. എന്നാൽ കുർബാന ജനങ്ങളിലേക്ക് മാത്രം തിരിഞ്ഞ് ചെല്ലുവാനായിട്ട് എറണാകുളം അതിരൂപത ആഗ്രഹിച്ചു. പല സിനഡ് മീറ്റിങ്ങുകളിലും ഈ പ്രശ്നം കൊണ്ടുവന്നെങ്കിലും പറയത്തക്ക ഒരു സൊല്യൂഷൻ, പറയത്തക്ക ഒരു ഉത്തരം അതിന് ലഭിക്കുവാനായിട്ട് ഇടയായില്ല. ഇതിനിടയിൽ പ്രത്യേകമായി എറണാകുളം അങ്കമാലി അതിരൂപതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ TV-യിൽ ഒരു ഉപദേശം നൽകുകയുണ്ടായി. അതിനും വലിയ ഫലം കാണുവാനായിട്ട് സാധിച്ചില്ല. എറണാകുളം രൂപതയിലെ വൈദികർ കുർബാന മുഴുവൻ ജനങ്ങളെ അഭിമുഖീകരിച്ച് അർപ്പിക്കണം എന്നതിൽ എപ്പോഴും ഉറച്ചു നിന്നു. അതിനു മാത്രമേ അവർ ചെവി കൊടുത്തുള്ളൂ. അവിടെ ഫാദർ സെബാസ്റ്റ്യൻ തളിയത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2023 കർഡിനൽ ആലഞ്ചേരി രാജി സമർപ്പിച്ചപ്പോൾ മറാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 അദ്ദേഹം ജോലി ആരംഭിച്ചത്. സ്ഥിതിഗതികൾ അപ്പോഴും അങ്ങനെ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. എറണാകുളം അതിരൂപത ജനാഭിമുഖ കുർബാനയിൽ എപ്പോഴും ഉറച്ചു നിന്നു. കാര്യങ്ങൾക്കെല്ലാം വലിയ വ്യത്യാസമുണ്ടായില്ല, അതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് 2024 തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ റോം എറണാകുളം അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രായി നിശ്ചയിച്ചു. അദ്ദേഹം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു എന്ന് പറയാം. പല മീറ്റിങ്ങുകളും കൂടിയാലോചനകളും നടന്നു. അതിൻ്റെ ഫലമായി ഒരു നല്ല സൊല്യൂഷൻ, ഒരു ഉത്തരത്തിന് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ലഭിക്കുവാനായിട്ടിടയായി. കൂടെ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അവസാനം ഫലം നൽകി. ആർച്ച് ഡയസിസിലെ പള്ളികളിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകരണ രീതിയിൽ, അതായത് 50-50, ആദ്യത്തെ ഭാഗം ജനങ്ങളിലേക്ക് തിരിഞ്ഞും രണ്ടാമത്തെ ഭാഗം അൾത്താരയിലേക്കും തിരിഞ്ഞ് അർപ്പിക്കുക. മറ്റ് കുർബാനകളെല്ലാം പൂർണ്ണമായിട്ടും സമൂഹത്തിലേക്ക് തിരിഞ്ഞ് അർപ്പിക്കുക എന്നുള്ള ആ ഫോർമുല എല്ലാവരും അംഗീകരിച്ച് കൂടുതൽ സമാധാനത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടിടയായി. അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് പറഞ്ഞു തീർത്തു. അതിന് ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയും ഡയസിസിൽ നിന്നും ഫാദർ സെബാസ്റ്റ്യൻ തളിയത്ത്, ഫാദർ ആന്റണി നരികുളം, ഫാദർ കുര്യാക്കോസ് മുണ്ടാടനി, മിസ്റ്റർ ഷൈജു ആന്റണി, ഇവരെല്ലാം പ്രത്യേകം അനുമോദനം അർപ്പിക്കുന്നു. അവരുടെയൊക്കെ പരിശ്രമഫലമായിട്ടും ബിഷപ്പ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലും കൂടുതൽ സമാധാനം കൈവരുവാനായിട്ടിടയായി. പല രൂപതകളും 50-50 ഫോർമുല കുർബാന അധികം ഇഷ്ടപ്പെടുന്നില്ല. അധിക ഭാഗം അവർ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുന്നതാണ്
ഇഷ്ടപ്പെടുന്നത്. അതിലേക്ക് വഴി തുറക്കുമെന്ന് പ്രത്യാശ എല്ലാ രൂപതകളിലുമുണ്ട്. അങ്ങനെ കുർബാന ഏകീകരണം സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. ഒരു കറുത്ത അധ്യായമായിട്ട് എപ്പോഴും നിലകൊള്ളും. കൂടുതൽ നല്ല ഭാവിക്കായിട്ട് നല്ല രീതിക്കായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റിയുള്ള ചില സംഗതികൾ അടുത്ത പ്രഭാഷണത്തിലുണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമോ വാഹം.